ഹലോ. ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ടല്ലോ, ചോറ് അല്പം കുറവായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളത് തികയാതെ വരും. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് വീണ്ടും ചോറ് വയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിട്ടാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചില ദിവസങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലും എളുപ്പവഴിയിൽ ഓരോന്നും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, സിമ്പിളായിട്ടൊരു ഗോതമ്പ് ദോശ കേട്ടോ. അതേ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് പച്ചമുളക് എരിഞ്ഞതും അതേപോലെ മല്ലിയില അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പിലായിട്ട് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കുറച്ച് സബോളയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. സബോള ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഈ നമ്മുടെ പച്ചമുളകും സബോളയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ നൈസായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വെറുതെ പച്ചമുളകും അതേപോലെ മല്ലിയിലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പും. ഇനി കുറച്ച് ഈശ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി കലക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞാറ്റം ഇറങ്ങി സുഡുവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9:30 ഉണ്ടാവും സമയം. സുഡുവിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് കഴിക്കാനിരിക്കാറ് കേട്ടോ. അപ്പോൾ അവൻ വെള്ളം ഒഴിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈശ വെള്ളം ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ, വളരെ എളുപ്പത്തിന്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഗോതമ്പ് പൊടി എളുപ്പത്തിന് കലക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് മുളക് കാര്യങ്ങളൊക്കെ ചേർക്കാമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയൊക്കെ എടുത്ത് ഇനി ചെയ്യണ്ടേ എന്നുള്ള മടി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാട്ടോ. അപ്പം എന്നെ പോലെ മടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു, അല്ലേ? പിന്നെ എളുപ്പമല്ല ഇങ്ങനെ. നമ്മുടെ വയറൊന്നും വിശന്നൊക്കെ എടുക്കാൻ പാടില്ല എന്നാണ് പണ്ടുള്ളവർ പറയുക. രാത്രി എൻ്റെ അമ്മയൊക്കെ പറയും അത്താഴപ്പണി കിടക്കരുതെന്ന് കേട്ടോ. അപ്പോൾ കുറച്ചായാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ഫുഡായാലും നമ്മൾ ഓവറായിട്ട് വാരി വലിച്ച് കഴിക്കാതെ കുറച്ച് ഈശ്വര ലിമിറ്റ് വെച്ച് കഴിച്ചു നോക്കി, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമുക്ക്. പിന്നെന്താ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കുറച്ച് നാൾ മുന്നേ നമ്മൾ മീഷോന്ന് വാങ്ങിച്ച് നമ്മുടെ ദോശച്ചട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് എടുക്കാറില്ല, കുറേ നാളെ വാങ്ങി വെച്ചിട്ട്. കാരണം നമുക്ക് കല്ലിൻ്റെ നല്ല ഇരുമ്പിൻ്റെ ദോശത്തവ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ അരിദോശയൊക്കെ ഉണ്ടാക്കാറ്. നല്ല മുരുമുരാന്നായിട്ട് വരും കേട്ടോ. എനിക്ക് അതിലുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചൂടായി കഴിഞ്ഞാൽ പടപടാന്നിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ അതിൽ വളരെ നൈസായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടി പാടാട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം ആകുമ്പോൾ അത്ര നൈസായിട്ട് പരത്തിയെടുക്കാം. അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ അങ്ങനെ അധികം പരത്താൻ പറ്റില്ല. പകുതിക്കിച്ചതങ്ങനെ വിട്ടു പോരുന്ന പോലെ ആയിട്ട് തോന്നും. ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നെയ്യിൻ്റെ ആ ഫ്ലേവറും കൂടി വരുമ്പോൾ കേട്ടോ. കനം കുറവുള്ള കാരണം കഴിക്കാനും നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഗോതമ്പ് ദോശ കട്ടിയിലുള്ള ഗോതമ്പ് ദോശേനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതേപോലെ നൈസായിട്ട് കനം കുറഞ്ഞതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഭാഗമായി ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പുതിയ പാത്രത്തിൽ എങ്ങനെയായിരിക്കും ഏതായിരിക്കും നമ്മളൊന്ന് സെറ്റായി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നടുഭാഗത്ത് ചെറുതായിട്ട് തീ കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ക്ലീനാക്കിയതിന് ശേഷം രണ്ടാമത്തെ തവി നമ്മൾ ദോശയ്ക്കായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാത്രിയിലേക്ക് സിമ്പിളായിട്ട് ചില ദിവസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വല്ല നൂഡിൽസ് ആയിരിക്കാം. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. പിള്ളേർക്കായാലും അവർക്ക് ചില ദിവസം ചോറ് വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വല്ല നൂഡിൽസ് ഉണ്ടാവും. അപ്പോൾ നൂഡിൽസൊക്കെ വാങ്ങി വയ്ക്കൽ ഞാൻ കുറച്ച് പരമാവധി അവരെയും ഇതേപോലെയുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നൂഡിൽസൊക്കെ വാങ്ങി വെച്ചാൽ അതുമേക്ക് തന്നെയായിരിക്കും കണ്ടുപോവുക. പിന്നെ ഞാനത് മടി പിടിക്കുമ്പോൾ നമ്മളതിൽ അങ്ങനെ തന്നെയല്ല രാത്രിയിൽ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്ക് വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാണ് പതിവ് കേട്ടോ. നിങ്ങളങ്ങനെ തന്നെയാണോ? അപ്പോൾ അപ്പുറത്ത് ദോശയാവുന്ന സമയം കൊണ്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് കാപ്പിയാണ് ഭയങ്കര ഇഷ്ടം. ചായ ഇഷ്ടമാണ്, ചായയും കാപ്പിയും എന്തായാലും ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഒരു എന്താ പറയുക, അത്രയും ഒരു ഇഷ്ടം പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് കാപ്പിയാണ് കേട്ടോ. അത് കട്ടൻ കാപ്പി ആയാലും പാൽ കാപ്പി ആയാലും കുഴപ്പമില്ല. അതേ നമ്മൾ 10ൻ്റെ കാപ്പിപ്പൊടിയാണ് ഇടയ്ക്ക് ഇതേപോലെ വാങ്ങിക്കാറ് കേട്ടോ. എന്നും അങ്ങനെ കാപ്പി കുടിക്കണ കാപ്പി തന്നെ ആയിരിക്കില്ല കേട്ടോ. കാപ്പി അത്ര ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്നൊന്നും ചെയ്യാൻ നിൽക്കാറില്ല, കാരണം ഇഷ്ടമുള്ള സംഭവമാണല്ലോ.
അപ്പോൾ അത് കട്ടയായപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു കഷ്ണത്തെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതൊക്കെ ഉരുകിപ്പോയിണ്ടാവും കേട്ടോ. കണ്ടോ, പണ്ടൊക്കെ വെള്ളം തിളയ്ക്കുമ്പോഴാണ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാറല്ലേ. ഇപ്പം എല്ലാവരും ഒരുമിച്ചിട്ട് എന്തൊക്കെ എളുപ്പ വഴികളല്ലേ. പിന്നെ അതേ ലാസ്റ്റായപ്പോൾ സുഡു പറഞ്ഞു സുഡുവിന് ഒരു ദോശ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ശരി, നിൻ്റെ ആഗ്രഹം പോലെ നീ തന്നെ ഉണ്ടാക്കിക്കോ, നീ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടാട്ടാ അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നത്. പിള്ളേരല്ലേ, കുറച്ച് ഓരോ കാര്യങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അവർ ചെയ്ത് പഠിക്കട്ടെ. ഇപ്പോഴേ ഓരോന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വലുതാകുമ്പോൾ ചെയ്യായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ ഇന്നത്തെ കാലത്ത്. നമുക്ക് വല്ല ചെറിയൊരു വയ്യായ ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ മാവൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കിക്കോളുമല്ലോ. പിന്നെ ദേ ലാസ്റ്റ് തേങ്ങാ ചട്നി ഉണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ.